പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസ് വേഗത്തിലാക്കുകയാണ്. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് എത്തുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കഴിയും എന്നുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ്. തർക്കമുള്ള സീറ്റുകളിലൊക്കെ കൂടുതൽ ചർച്ചകളൊക്കെ നടത്തും. അത്തരത്തിൽ വിപുലമായ നീക്കങ്ങളുമൊക്കെയായിട്ട് കോൺഗ്രസും ഈ മുന്നിൽ തന്നെയുണ്ട്. ഏതായാലും അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ തർക്കമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയുണ്ട്. മട്ടന്നൂർ സീറ്റ് വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും മറ്റും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാ സ്ഥാനാർത്ഥി നിർണയങ്ങളും ഒക്കെ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. കാരണം മറ്റ് പാർട്ടികളൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നൽകുന്നതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു നീക്കമൊക്കെ എങ്ങനെയാണ്? ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ 2 ആഴ്ചയോളം CPM-ൽ കോൺഗ്രസിലെ ചർച്ചകൾ, അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ ചെറിയ മന്ദഗതിയിലായിരുന്നു, ഒരു വേഗത കുറവായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയുഗ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ളത് വലിയൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാന യാത്ര തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ പുതിയുഗ യാത്രയിലായിരുന്നു. ആ യാത്ര ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ സജീവമായി തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കോ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കോ കടന്നില്ല. ഒപ്പം തന്നെയും UDF-നുള്ള ഉഭയകക്ഷി ചർച്ചകളും ആ രീതിയിൽ തന്നെ മന്ദഗതിയിലായിരുന്നു. യാത്ര അവസാനിച്ചതിന് ശേഷം ഈ പ്രാഥമികഘട്ട ചർച്ചകളൊക്കെ ഏറെക്കുറെ, അതായത് 1-ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കേണ്ട സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 40ഓളം സീറ്റുകളുണ്ട്. ആ 40ഓളം സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയാണ്. അതിൽ തന്നെയാണ് ഈ പാലക്കാടും തൃത്താലയും ഉൾപ്പെടെയുള്ള തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള ഈ 2 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റു ഇടങ്ങളിലൊക്കെ തന്നെയും ആയിട്ടുണ്ട്. മറ്റ് 19 ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MLA-മാർ തന്നെയാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് പ്രമുഖരായ പല നേതാക്കന്മാരുമുണ്ട്. K. മുരളീധരൻ, VT ബൽറാം അടക്കമുള്ളവർ, TN പ്രതാപൻ അടക്കമുള്ള നേതാക്കൾ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രമുഖരെയൊക്കെ എവിടെ നിർത്തണം, ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിർത്തണം? പ്രമുഖർ എന്നതിനപ്പുറത്തേക്ക് ഉറപ്പായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇതൊക്കെ തന്നെ ഈ 40 ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്ന 40 പേരുടെ പട്ടികയിൽ ഉണ്ടാകും. പക്ഷേ ഇതിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ തർക്കം നടക്കുന്നുണ്ട്. കാരണം ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ DCC ഉൾപ്പെടെ 3ഉം 4ഉം പേരുടെ പേരുകളൊക്കെയാണ് ഇപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു ഒറ്റ പേരിലെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ. അങ്ങനെ ചില ആ 1-ാം ഘട്ട പട്ടികയിലെ ചില ഒരു 6ഓ 7ഓ സീറ്റുകളിൽ വലിയ രീതിയിൽ തർക്കം നടക്കുന്നുണ്ട്. ഈ തർക്കം നടത്തുന്നതൊക്കെ തന്നെയും പരിഹരിച്ച് മാത്രമേ 1-ാം ഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ കഴിയുകയും. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. കാരണം വിജ്ഞാപനം ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല. വിജ്ഞാപനം ഏറെ വൈകാനുള്ള സാധ്യതയില്ല. വിജ്ഞാപനം ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് 3 മുന്നണികളും കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. എന്നാൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഒരു തൊട്ട് പിന്നാലെ CPM എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതേ രീതിയിൽ അതിന് മുന്നേ തന്നെയും കോൺഗ്രസ് ആദ്യത്തിൽ പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നൊരു വാശി കൂടി അവർക്കുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ 1-ാം ഘട്ട പട്ടികയിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. നാളെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തുകയാണ്. കാരണം VD സതീശൻ്റെ യാത്രയുടെ ഔദ്യോഗികമായ സമാപനത്തിൻ്റെ ഉദ്ഘാടനം പുത്തരിക്കണ്ട മൈതാനത്താണ്. അത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വലിയ രീതിയിൽ തന്നെയാണ് സമാപന സമ്മേളനമൊക്കെ കോൺഗ്രസ് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നതും. അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി വന്ന് മടങ്ങുന്നതോടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നാളെ വരുമ്പോൾ ഈ ഏറ്റവും മുതിർന്ന നേതാക്കളുമായുള്ള ഒരു കൂടിയാലോചന തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് ചില റിപ്പോർട്ടുകളും ആ രീതിയിലുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ സാന്നിധ്യത്തിലൊരു ചർച്ച, അവിടെ അവസാനം ഒരു ചർച്ചയുണ്ടാകും. അതിന് തൊട്ട് പിന്നാലെ തന്നെയും ഈ ഏറെക്കുറെ 40 പേരടങ്ങുന്ന 1-ാം ഘട്ട പ്രഖ്യാപനം, പട്ടികയുടെയൊക്കെ ഒരു പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം. ശരി അൺഫിലിറ്റ്, എന്തായാലും ഇനി പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ യാത്രയൊക്കെ സമാപനമാകുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ വേഗത്തിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.